വയനാടിനെ ദുരന്ത ഭൂമിയാക്കി മുണ്ടക്കൈ ചൂരമൽമല ഉരുൾപൊട്ടൽ. മരണസംഖ്യ 70 കടന്നു. മുണ്ടക്കൈ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. വീണ്ടും ഉരുൾപൊട്ടിയെന്ന് സംശയം. മേപ്പാടി ചൂരൽമല ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ 700ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു. 300 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. മുണ്ടക്കൈ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നാട്. രക്ഷാപ്രവർത്തകർക്ക് പലയിടത്തും എത്തിപ്പെടാനാകുന്നില്ല. 200 അംഗ സൈനിക സംഘം മുണ്ടക്കൈയിൽ. കാലാവസ്ഥ ദുഷ്കരം. കോയമ്പത്തൂരിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ തിരിച്ചുപോയി. ഏഴിമലയിൽ നിന്ന് നാവിക സംഘമെത്തി. വയനാട് ഉരുൾപൊട്ടലിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. വയനാട് ദുരന്തം പാർലമെന്റിൽ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. Early this morning, Wayanad was hit by several devastating landslides. More than 70 people have been killed. Mundakai village has been cut off, and the devastating loss of lives and extensive damage is yet to be assessed due to the scale of the tragedy. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ റെഡ് അലർട്ട്. കണ്ണൂരിൽ കണിച്ചാർ പഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ. 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തൃശൂർ മലക്കപ്പാറയിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 2 പേർക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ടയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി.